നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ബീഹാറിൽ ആഞ്ഞടിച്ച് രാഷ്ട്രീയ സുനാമി. BJP JDU മുന്നേറ്റം കൈയടക്കിയത് ബീഹാറിന്റെ മുഴുവൻ രാഷ്ട്രീയ ഭൂമികയും. മറുവശത്ത് കോൺഗ്രസും RJDയും തകർന്നടിഞ്ഞ് മാപ്പിൽ നിന്ന് മാഞ്ഞു പോകുന്നു. ഇത് വെറും തരംഗമല്ല, മറ്റൊന്നുകൂടി. ഈ ഫലത്തിന്റെ അടിത്തറയിൽ നിന്നുയരുന്ന വലിയ ചോദ്യം: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, ഗ്രൗണ്ടിൽ മാസങ്ങളോളം നടന്ന റിവിഷൻ, ഡ്യൂപ്ലിക്കേറ്റ് പേരുകളുടെ വെട്ടിക്കുറയ്ക്കൽ, വോട്ടർ ഷിഫ്റ്റുകളുടെ തിരിച്ചറിയൽ, ബൂത്ത് തല ഡേറ്റയുടെ ശുചീകരണം. 4% വരെ കൂടിയ സ്ത്രീകളുടെ വോട്ടുകൾ RJD കോട്ടകൾ തകർത്ത് തരിപ്പണമാക്കിയോ? കോൺഗ്രസ് മുക്തമാവുകയാണോ ഗ്രാമീണ ഇന്ത്യ? BJPയെ തോൽപ്പിക്കണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് കൈകോർക്കണമെന്ന പാഠം മറക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ഇനി എന്ത് പ്രസക്തി? ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പ്രതിഫലനമുണ്ടാക്കുന്ന ബീഹാർ ഫലം മോദി മാജിക്കിന്റെ ഉയിർത്തെഴുന്നേൽപ്പോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ബീഹാറിൽ നേടിയ മിന്നുന്ന വിജയത്തിന്റെ ആഘോഷം ഇപ്പോൾ ഡൽഹിയിൽ BJP ഹെഡ് ക്വാർട്ടേഴ്സിൽ നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഹർഷാരവത്തോടെ മോദിയെ സ്വീകരിക്കുകയാണ് അണികൾ. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം BJP ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ട്. Modi, 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 Narendra Modi, विश्व के सर्वाधिक लोकप्रिय नेता. 4 സീറ്റ് ആകെയുള്ള 243 സീറ്റിൽ 204 സീറ്റിലും NDAയുടെ തേരോട്ടമാണ് കണ്ടത്. അതിൽ തന്നെ BJPയുടെ അതിശക്തമായ മുന്നേറ്റമാണ് ബീഹാറിൽ ഉണ്ടായത്. 2020നേക്കാൾ BJP 91 സീറ്റുകളാണ് ഇത്തവണ നേടാൻ പോകുന്നത്. JDUവും തൊട്ടടുത്ത് തന്നെയുണ്ട്. അതേസമയം മഹാസഖ്യം RJDയുടെ 24 സീറ്റിൽ ഒതുങ്ങുകയാണ്. കോൺഗ്രസിന് 6 സീറ്റ് മാത്രം. ഇടതു പാർട്ടികൾക്കും സീറ്റുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ ആധിപത്യം ഇല്ല. കഴിഞ്ഞ തവണത്തെ അത്രയും സീറ്റുകൾ നേടാൻ ഇടതു പാർട്ടികൾക്കും ബീഹാറിൽ കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ മഹാസഖ്യം തകർന്നടിയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രൈം ഡിബേറ്റിൽ S ജയസൂര്യൻ, ശ്രീ P സന്തോഷ് കുമാർ, ടിക്കാറാം മീണ, മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസർ N ശ്രീകുമാർ, സലീം മടവൂർ, MS വേണുഗോപാൽ എന്നിവർ ചേരുകയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ബീഹാറിലെ ജയത്തെ പറ്റി. ശ്രീ P സന്തോഷ് കുമാർ, എന്താണ് താങ്കൾ ഇതിൽ വിലയിരുത്തുന്നത്? എന്ത് കാരണത്താൽ മഹാസഖ്യത്തിന് ഈ വലിയ തോൽവി ഏറ്റെടുക്കേണ്ടി വന്നു? അല്ല, ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഈ നിലയിൽ സംഭവിച്ചത് അപ്രതീക്ഷിതവും ഒരർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നതുമാണ്. അതിന്റെ പ്രയാസം ഞാൻ മറച്ചു വെക്കുന്നില്ല. അതിനകത്ത് ഞങ്ങളെല്ലാം പരിശോധിക്കേണ്ട കാര്യങ്ങൾ, അതിനുശേഷം വരുത്തേണ്ട മാറ്റങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം ഞാൻ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അവിടെ നിന്ന് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇപ്പം ഞാൻ അവിടെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ചില പരിമിതികൾ സ്വാഭാവികമായിട്ടുണ്ടാവും ഒരു ഔട്ട്സൈഡർക്ക്. എന്നാൽ അവിടെ നിന്ന് പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ, BJPയുടെയും NDAയുടെയും നേതാക്കന്മാർ തന്നെ ഇലക്ഷന് ശേഷം നടത്തിയ പ്രതികരണങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകർ, മാധ്യമ പ്രവർത്തകർ, ഇവരാരും ഇത്തരമൊരു ഫലം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാട്ടിൽ സ്വീപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അതിഭയങ്കരമായൊരു തരംഗം ഉണ്ടായി, ഒരു സഹതാപ തരംഗം ഉണ്ടായി. കോൺഗ്രസിന് അനുകൂലമായ വോട്ട് വലിയ രീതിയിലുണ്ടായി. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞിരുന്നു. രണ്ടാം ഘട്ടത്തിലെ വോട്ടിങ്ങിൽ അത് നല്ലതുപോലെ പ്രതിഫലിക്കുന്ന സ്ഥിതിയുണ്ടായി. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഒരു ജനവികാരം വടക്കേ ഇന്ത്യയിൽ നല്ലതുപോലെ പ്രതിഫലിച്ചു. അങ്ങനെ സ്വീപ്പുകളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു സ്വീപ്പ് ഇത്ര ഭയങ്കരമായിട്ട് ഒരാൾക്ക് പോലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാകുക എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഞാൻ ആ പരാജയത്തിന്റെ ദുഃഖം പങ്കുവെക്കുമ്പോഴും ഉൾക്കൊള്ളുമ്പോഴും ആ പരാജയത്തിനകത്തുള്ള ഞങ്ങളെല്ലാവരും ഉത്തരവാദിത്വം സ്വീകരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നോക്കൂ. നിങ്ങൾ ഒവൈസിയുടെ പാർട്ടിക്ക് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ബീഹാറിൽ ഉണ്ടാവുന്നു. ചില പാർട്ടികൾക്ക് ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇതിന് മാത്രം എന്ത് ഭയങ്കരമായ ഒരു കാര്യമാണ് ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2 ഫാക്ടേഴ്സ് ആര് നിക്ഷേപിച്ചാലും നമുക്ക് മറച്ചുവെക്കാൻ സാധിക്കില്ല. അപ്പൊ താങ്കൾ ചോദിച്ചതിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരുമ്പോൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 65 ലക്ഷം മനുഷ്യർ വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ളതാണ്.
അതിൽ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കിനകത്ത് ധാരാളം മിസ്മാച്ച് ഉണ്ട്. 7,42,00,000 അവർ ആദ്യം പറഞ്ഞു. SIR കംപ്ലീഷന് ശേഷം സെപ്റ്റംബർ 30 ഇത് ഓൺ റെക്കോർഡാണ്, ആർക്കും പരിശോധിക്കാം. ഇലക്ഷന് ശേഷം അവർ പറഞ്ഞു എലിജിബിളായ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 7,45,26,000 രൂപയാണ് ഉള്ളത്. ആ അനോമലി അവിടെ നിൽക്കട്ടെ. 65 ലക്ഷം മനുഷ്യന് വെട്ടിമാറ്റപ്പെട്ടു. നിങ്ങൾ പറഞ്ഞ ശുദ്ധീകരണ പ്രക്രിയ എന്നൊക്കെ പറയുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ കുറച്ചുണ്ടാവാം. പക്ഷെ അതിലുപരിയായി ഗണ്യമായ ശതമാനത്തിന് വോട്ട് നിഷേധിക്കപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് കൊടുത്തോമാണ്, കംപ്ലൈന്റ് കൊടുത്തോമാണ്. കംപ്ലൈന്റ് ധാരാളം കൊടുത്തു. കംപ്ലൈന്റ് തള്ളിയപ്പോൾ കൊടുത്ത അപ്പീലിന്റെ കാര്യമാണ് ഈ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. 65 ലക്ഷം വോട്ടർമാർ വെട്ടിമാറ്റപ്പെട്ടിട്ട് ആർക്കും ഒരു പ്രയാസം ഈ രാജ്യത്ത് തോന്നില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയാം, വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ കുറെ കൂടി ശക്തമായിട്ട് മുന്നോട്ട് പോയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിഷ്കരണത്തെ വീണ്ടും കുറ്റം പറയുന്നു. അതുപോലെ തന്നെ നേരത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ പറ്റി നിങ്ങൾ കുറ്റം പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല ഇവിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേണമെന്ന് തന്നെയല്ലേ നിങ്ങളുടെയും നിലപാട്? കാരണം വോട്ടർ പട്ടിക എപ്പോഴും ശുദ്ധമായിരിക്കണം, അവിടെ ഡ്യൂപ്ലിക്കേറ്റ് പേരുകൾ ഉണ്ടാകരുത്, അനധികൃതമായിട്ട് ആരും കടന്നു വരരുത്, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അങ്ങനെയല്ല. നോക്കൂ, ഒരു കാര്യം ഞാൻ പറയുന്നത്, ഞാനിപ്പോ ഇന്നത്തെ ദിവസം ഇപ്പൊ ഞങ്ങൾ നല്ലതുപോലെ തോറ്റിരിക്കുന്ന ഒരു ദിവസം സ്വാഭാവികമായിട്ടും താങ്കൾക്ക് കുറെ കൂടി ജുബിലിയന്റ് ആയിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും. ഞാനത് അത് നിഷേധിക്കുന്നില്ല. SIR കുറിച്ച് മാത്രമായിട്ട് അതിന് ഡിബേറ്റ് എങ്കിൽ ഞാൻ എത്ര മണിക്കൂർ ഇരുന്ന് തർക്കിക്കാൻ ഞാൻ അതിന് റെഡിയാണ്. അതിരിക്കട്ടെ. ഞാൻ പറയുന്നത് താങ്കൾ എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. പരാജയം ഉൾക്കൊള്ളുമ്പോഴും സമ്മതിക്കുമ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴും രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഡിബേറ്റ് നമുക്ക് വേറെ നോക്കാം. ഞങ്ങൾ തീവ്ര പരിഷ്കരണത്തെ ആമയിൽ അംഗീകരിക്കുന്ന പാർട്ടിയല്ല, അനുകൂലിക്കുന്ന പാർട്ടിയല്ല, അതിന് ധാരാളം പ്രൂഫ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാർക്ക് ഇലക്ഷന്റെ തലേ ദിവസം 10,000 കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. 500 രൂപ പോലും വലിയൊരു കാര്യമായിട്ട് കാണുന്ന ധാരാളം ആളുകൾ. അത് മോശം തുകയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഗ്രാമങ്ങളിലെ അവസ്ഥ എന്താണ്? 10, 50, 60 രൂപയൊക്കെ ശരാശരി ദിവസം വരുവാനുള്ള സ്ഥലങ്ങളിലാണ് 10,000 രൂപ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിലേക്ക് എത്തുന്നത്. അത് 1.25 കോടിയോളം വരുന്ന സ്ത്രീ വോട്ടർമാരെയും അവരുടെ കുടുംബങ്ങളെയും സ്വാധീനിച്ചില്ല എന്ന് മാത്രം നമ്മൾ വിശ്വസിക്കാതിരിക്കണം. അത്രമാത്രം വിഡ്ഢികളാണോ നമ്മൾ? ഫ്രീ ബീസ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്നുള്ളത് വേറൊരു കാര്യം. ഇങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്തു. ഒവൈസിയെ പോലൊരു പാർട്ടി എങ്ങനെയാണ് പരോക്ഷമായി BJPയെ സഹായിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ശ്രീ സന്തോഷ് കുമാർ, BJPയെ തോൽപ്പിക്കണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം വേണമെന്ന് നിങ്ങളും സമ്മതിക്കുന്ന കാര്യമാണ്, ഇടതു പാർട്ടികളും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ ഐക്യം ബീഹാറിൽ ഉണ്ടായിട്ടില്ല. ഈ പുറമേ നിന്ന് ഒരു മഹാസഖ്യം ഉണ്ടാക്കി എന്നുള്ളത് ശരി തന്നെയാണ്. അതിൽ പോലും കൃത്യമായ ഏകീകരണം ഉണ്ടായിരുന്നില്ല, കെട്ടുറപ്പുണ്ടായിരുന്നില്ല. അവിടെ തന്നെ സൗഹൃദ മത്സരങ്ങൾ എന്ന പേരിൽ മത്സരങ്ങൾ നടന്നിരുന്നു. അപ്പോൾ അത് BJPക്കെതിരെ അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ ഒരു പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി എപ്പോഴും വിമുഖത കാട്ടിക്കൊണ്ടിരിക്കും. അതിനുള്ള പ്രത്യക്ഷ ഉദാഹരണം കൂടിയാണ്. അതവിടെ ക്യാപിറ്റലൈസ് ചെയ്യുകയാണ് ആര്? BJP. അല്ലല്ല, ഞാൻ ഉൾപ്പെടെ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു പാർട്ടി അല്ലെങ്കിലും ഞാൻ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളുമുണ്ട്. ഞാൻ എന്റേതായ ഉത്തരവാദിത്തം മറച്ചു വെച്ചുകൊണ്ടല്ല ഇതൊന്നും പറയുന്നത്. ചെറിയ ഉത്തരവാദിത്തങ്ങളായിരിക്കാം, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ നമ്മളൊരു അനാലിസിസ് നടത്തുമ്പോൾ, ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ വസ്തുതകളാണല്ലോ പറയേണ്ടത്. ഇപ്പൊ മഹാസഖ്യത്തിന് ധാരാളം പരിമിതികൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് അതിനകത്ത് പല 10-11 സീറ്റുകളിൽ കാണിച്ച വളരെ നിരുത്തരവാദപരമായ സമീപനമുണ്ട്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ക്യാമ്പയിൻ ചെയ്ത സീറ്റുകളിൽ പോലും കോൺഗ്രസ് ഭീകരമായി തോൽക്കുന്ന സ്ഥിതിയുണ്ടായി. കോൺഗ്രസും ലെഫ്റ്റും CPIയും തമ്മിലുള്ള സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ, അവിടുത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ചില സീറ്റുകളെങ്കിലും ജയിക്കാമായിരുന്നു ഒരു യാഥാർത്ഥ്യം. ഒരു 3 സീറ്റ് ഞാൻ ഉദാഹരണം പറയുന്നതാണ്, ജയിക്കാമായിരുന്നു. അതിന്റെ കണക്കൊക്കെ എന്റെ കയ്യിലുണ്ട്. അതേസമയം നമ്മൾ ഒവൈസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ എങ്ങനെയാണ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് ഒവൈസി കിട്ടുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു? അത് നമ്മളെ ഇന്ത്യൻ ജനാധിപത്യത്തിനേക്കാൾ കൂടുതലില്ല കേട്ടോ. 5 സീറ്റുകൾ കോൺഗ്രസിന്, 6 സീറ്റുകൾ, ഒരു സീറ്റ് കോൺഗ്രസിന് കൂടുതലോടൊപ്പം തന്നെ 5 സീറ്റ്. ഒരു തിരുത്തൽ ഞാൻ വരുത്തിയതാ. ലേറ്റസ്റ്റ് ആയിരിക്കാം ഞാൻ പറയുന്നത്. അതിനകത്ത് ഞാൻ എന്റെ അതിനകത്ത് ഒരു കാര്യം തന്നെ, ഒരു സീറ്റിനകത്ത് നേരത്തെ നോക്കുമ്പോൾ 10 ചെറിയ മാർജിൻ ജയിച്ച ഒരു സീറ്റാണ്. എന്തായിരുന്നാലും ഓൾമോസ്റ്റ് ഈക്വൽ ആയി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഞാൻ ശ്രദ്ധിക്കാത്ത കാരണം ഒരുപാട് ഡിബേറ്റിനകത്തായിരുന്നു. അപ്പൊ ഇത്തരം നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ സ്ഥിതി ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഈ 10,000 രൂപ കൊടുത്തത് വോട്ടർമാരെ സ്വാധീനിച്ചില്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിജയത്തില് തീർച്ചയായും അതിന്റെ വിജയിച്ചവർ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയം നമുക്ക് യാഥാർത്ഥ്യം കാണാതെ. ശരി സന്തോഷ് കുമാർ, ഇപ്പോൾ BJP നേതാവ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ കൂടി ചേരുകയാണ്. ശ്രീ S. ജയസൂര്യൻ, 2 കാര്യങ്ങൾ സന്തോഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, പ്രതീക്ഷിച്ചതാണ് SIR, കോൺഗ്രസും അതിപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 2, 10,000 രൂപ എന്നുള്ള ഫ്രീ ബീസ്, അതായത് വനിതകൾക്ക് കൊടുത്തത് 10,000 രൂപ ഫ്രീ ആയിട്ട് കൊടുത്തു. വനിതകളുടെ പങ്കാളിത്തം കൂടുകയും ചെയ്തു ഈ വോട്ടെടുപ്പിൽ. ഇത് രണ്ടും സ്വാഭാവികമായിട്ടും ഇവർക്ക് ഉന്നയിക്കാൻ പറ്റും. ശരി ജയസൂര്യൻ.
അത് രണ്ടും ഉന്നയിക്കുകയല്ലാതെ കോൺഗ്രസിന് ഇനി മറ്റു യാതൊരു മാർഗവുമില്ല. ഓരോ തവണയും കോൺഗ്രസ് ഇതുപോലെയുള്ള ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ അടുത്തു വരുന്നില്ലല്ലോ. അവരെന്താണ് യഥാർത്ഥത്തിൽ നേരിട്ട പ്രശ്നം എന്നുള്ളത് അവർ തിരിച്ചറിയാതെ ഇത്തരം ആരോപണങ്ങളിൽ തടി തപ്പുമ്പോൾ കോൺഗ്രസ് വീണ്ടും പടുകുഴിയിലേക്ക് തന്നെ വീഴുകയാണ്. നമുക്കറിയാം, കോൺഗ്രസ് ആദ്യം വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ച് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവരെപ്പോഴും പറയാറുണ്ട്. ഏറ്റവും അവസാനം കിട്ടിയതാണ് SIR. അപ്പോൾ SIR-ഉം ഫ്രീബീസും ഒക്കെ ഇപ്പോൾ അവർക്ക് പറയാൻ കഴിയും. ഇതല്ലാതെ മറ്റ് യാതൊരു രീതിയിലുള്ള കുഴപ്പം. അതുകൂടാതെ ഒവൈസിയുടെ പാർട്ടി BJP-യെ സഹായിച്ചു എന്നാണ്, അതായത് വോട്ട് കട്ടറായിട്ട് ഒവൈസിയുടെ പാർട്ടി നിന്നു എന്നതും പറയുന്നുണ്ട്. അവർക്ക് 5 സീറ്റുകൾ കിട്ടുന്നുണ്ട്, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സീമാഞ്ചൽ മേഖലയിലാണല്ലോ പ്രധാനമായിട്ടും. പക്ഷെ അതൊന്നും വലിയ ഫാക്ടറായിട്ട് വരുന്നില്ല എന്നേ ഉള്ളൂ. അതെ, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം ബീഹാറിൽ ഉണ്ടായത് ജാതി രാഷ്ട്രീയം, മതരാഷ്ട്രീയം എന്നുള്ളത് മാത്രമാണ്. ചില പ്രശ്നമുണ്ട്, ഓഡിയോയിൽ ചില പ്രശ്നമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ N. ശ്രീകുമാർ, കോൺഗ്രസിന് എന്ത് പറഞ്ഞ് ഇതിലൊരു ന്യായീകരണം കണ്ടെത്താൻ കഴിയും? ഇനിയെങ്കിലും ദയവേത് നിങ്ങൾ SIR-ന്റെ കാര്യവും അതുപോലെ തന്നെ വോട്ട് ചോരിയുടെ കാര്യവും കുറച്ച് സമയത്തേക്കെങ്കിലും മാറ്റിവെക്കുക. ഒരു 2 അക്കത്തിലേക്ക് എത്തുവാൻ പോലും കഴിയാതെ കോൺഗ്രസിന് ഇനി എന്ത് മറ്റു കാര്യങ്ങളാണ് പറയാൻ കഴിയുക? അവിടെ കോൺഗ്രസ് പിടിച്ചു മേടിച്ചതാണ് ഇത്രയും സീറ്റുകൾ, അതിൻ്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. RJD-യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് സൗഹൃദ മത്സരത്തിന്റെ പേരിൽ അങ്ങനെ ചില സീറ്റുകൾ കളയുന്നു, എന്നിട്ട് അവസാനം ഫിനിഷ് ചെയ്യുന്നതോ വെറും 6 സീറ്റിൽ. ശ്രീ N. ശ്രീകുമാർ, നോക്കൂ മഞ്ജുഷേ, ബീഹാറിലത്തെ തെരഞ്ഞെടുപ്പ് നേരത്തെ ശ്രീ സന്തോഷ് പറഞ്ഞ പോലെ ഞാനതിൽ ഒട്ടും ഉത്കണ്ഠപ്പെടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിലൊരു ഫലം പ്രതീക്ഷിച്ചിരിക്കാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഈ വോട്ട് ജോലിയെ കുറിച്ചൊക്കെ ഇപ്പൊ പരിഹസിക്കുമ്പോൾ ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയ 2-3 പത്രസമ്മേളനത്തിൽ അദ്ദേഹം തെളിവുകളടക്കം നിരത്തിയപ്പോൾ അതിനെ അനുകൂലിച്ചവരാണ് എല്ലാവരും. അപ്പൊ അന്ന് രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിരുന്നു, അടുത്തത് ബീഹാർ എന്ന്. അപ്പൊ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു തോൽവിയുടെ മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും തോൽവിയുടെ മുൻകൂർ ജാമ്യമാണോ അല്ലേ എന്നുള്ളതൊക്കെ അതൊരു രാഷ്ട്രീയമായ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പറയുന്നില്ല. പക്ഷേ എന്താണ് കോൺഗ്രസ് ഇത്ര ഒരു അവസ്ഥയിൽ എത്തിയതെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളൊക്കെ വിചാരിച്ചതിനെക്കാട്ടിലും അമ്പരപ്പിക്കുന്ന ഒരു സംഭവമായി മാറി. അത്ഭുതമാണിത്. ഇത്രയും വലിയ സീറ്റ് 243 സീറ്റില് 5 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുക. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് 5 സീറ്റിലേക്ക് ഒതുങ്ങുക. NDA, BJP, JDU സഖ്യം തൂത്തുവാരുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അമ്പരപ്പ് മാത്രമല്ല, കൗതുകവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വിശകലനം വരും ദിവസങ്ങളിൽ വരും. അപ്പൊ അത്തരത്തിൽ വിശകലനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഇടത് പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുമ്പോൾ കൃത്യമായ ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഇവിടെ ഒരു ഗവൺമെന്റ് ചെയ്യുന്ന അവസാന കാലത്ത് ചെയ്യുന്ന പരിഷ്കാരങ്ങള് ആ ഗവൺമെന്റിന്റെ ചില രാഷ്ട്രീയമായ സൂത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ അതൊരു ജയത്തിലേക്ക് എത്തിക്കും എന്ന് ബീഹാർ തെളിയിച്ചു കഴിഞ്ഞു. അവിടെ നേരത്തെ ശ്രീ സന്തോഷ് പറഞ്ഞ പോലെ ഇത്രയധികം സ്ത്രീകൾക്ക് 1.5 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ കിട്ടുന്ന നിസ്സാര കാര്യമല്ല. അങ്ങനെ 10,000 രൂപ കൊടുത്തത് ശരിയാണോ, അതൊരു രാഷ്ട്രീയമായ മര്യാദയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ശ്രീ ശശി തരൂർ അടക്കം ഇന്ന് ചോദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. കോൺഗ്രസും ചെയ്തിട്ടുള്ളതാണ്, കർണാടകത്തിൽ കോൺഗ്രസും ചെയ്തിട്ടുള്ളതാണ്, തെലങ്കാനയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ഫ്രീബീസിന്റെ പിന്നാലെ പോവുകയാണ്. കോടതി പോലും അക്കാര്യത്തിൽ, കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഫ്രീബീസ് കോടതി പോലും ചോദിക്കേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനും അക്കാര്യത്തിൽ ഫ്രീബീസിന്റെ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുകയില്ല. അത് മാത്രമല്ല, മറ്റൊരു വാഗ്ദാനം ചെയ്തിരുന്നു, എല്ലാ ജനുവരി 14-ന് 30,000 രൂപ അക്കൗണ്ടിലേക്ക് വരുമെന്ന് സ്ത്രീകളോടായി. അത് മഹാസഖ്യത്തിന്റെ വാഗ്ദാനമായിരുന്നു. അല്ല നോക്കൂ, ഒരു നിമിഷം കേട്ടോ, ആ കമ്പാരിസണ് വസ്തുവരല്ല കേട്ടോ. കാരണം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം 1.25 കോടിയിലധികം വരുന്ന സ്ത്രീ വോട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് 10,000 കൊടുക്കുകയാണ്. അത് ഇലക്ഷൻ അഴിമതി അല്ലാതെ വേറെ ഒന്നുമല്ല. ആ നിലയിൽ പറഞ്ഞ ബീഹാറിൽ പോയിട്ട് അഴിമതി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് വേറെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അതിനൊരിക്കലും ലഘൂകരിച്ച് കാണരുത്. അവനെ നമ്മൾ ഇലക്ഷന് കുറെ മുൻപ് പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിക്കുന്ന ഫ്രീബീസ് പോലെയായി കണക്കാക്കരുത് ഒരിക്കലും കേട്ടോ. വെറും ഫ്രീബീസ് അല്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് അഴിമതി എന്ന രീതിയിൽ തന്നെയാണ് തൊട്ടുതലേന്ന് കൊടുക്കുന്ന രീതിയിൽ. ജയസൂര്യൻ, അതിനുള്ള മറുപടി.
ഓക്കെ, നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. കാരണം ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ കാണാമല്ലോ, കുടിശ്ശിക ഉണ്ടായിരുന്നതെല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കുമ്പോൾ വലിയ ആയിരക്കണക്കിന് രൂപ, 10,000-കണക്കിന് രൂപയായിട്ട് മാറും. ആ കുടിശ്ശിക ഇവിടെ കൊടുക്കുമ്പോൾ അതും ഫ്രീ ഫീസ് ആണെന്ന് വേണേ പറഞ്ഞുകൂടെ? കർണാടകത്തിൽ മഞ്ജുഷ് പറഞ്ഞ പോലെ കർണാടകത്തിൽ കൊടുത്ത പൈസയും ഫ്രീ ഫീസ് ആണെന്ന് പറഞ്ഞുകൂടെ? വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞുകൂടെ? അത്തരം കാര്യങ്ങൾ പറഞ്ഞ് തടി തട്ടുള്ളതല്ല. ഹലോ, സാമൂഹ്യക്ഷേമ പെൻഷന്റെ കുടിശ്ശിക, സാമൂഹ്യക്ഷേമ പെൻഷന്റെ കുടിശ്ശികയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതെന്നെ അത് ഞാൻ ഉദ്ദേശിച്ചതാണ്. സാമൂഹ്യക്ഷേമ ഏതൊരു പൈസ കൊടുത്താലും വാഗ്ദാനം കൊടുത്താലും ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആരോപിക്കാൻ പറ്റും. പക്ഷെ ആ ആരോപണങ്ങൾ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതും വിലയിരുത്തപ്പെടട്ടെ. നമുക്ക് ചർച്ച ചെയ്യാം. കാര്യമാണോ എന്നുള്ളതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. തോറ്റു കഴിയുമ്പോഴുള്ള ന്യായീകരണത്തിന് ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിലുള്ള വസ്തുതകളിലേക്ക്, എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയും ഒരു മുന്നണിയും അമ്പെ പരാജയപ്പെട്ടത് എന്നുള്ള രാഷ്ട്രീയ വസ്തുതകളിലേക്ക് കടന്നു പോകാൻ കോൺഗ്രസോ RJD-യോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമോ ഇതുവരെ തയ്യാറാവാത്തത് ആണ് അവരുടെ പാപ്പരത്വം. നമ്മൾ നോക്ക്, ബീഹാറിൽ ജാതി രാഷ്ട്രീയത്തിന്റെയും മതരാഷ്ട്രീയത്തിന്റെയും പ്രീണന രാഷ്ട്രീയത്തിന്റെയും കാലഘട്ടം കഴിഞ്ഞുവെന്ന് എത്രയോ തവണ BJP പറഞ്ഞു. അവിടെ വികസനം ഓരോ വ്യക്തികളിലേക്കും വീടുകളിലേക്കും ഓരോ പ്രദേശങ്ങളിലേക്കും എത്തി എന്നുള്ള കാര്യം, അവിടെ ജംഗിൾ രാജ് അവസാനിപ്പിച്ച് വളരെ നല്ലൊരു ഭരണം വന്നു എന്നുള്ള കാര്യം, അത് ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് സമ്മതിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ യഥാർത്ഥത്തിലുള്ള നല്ല ഭരണത്തെ അംഗീകരിക്കുന്ന ഒരു ജനതയല്ല ബീഹാറികളെന്നും അവർക്ക് ഫ്രീ ബീസിൽ വീണ് വോട്ട് ചെയ്തു പോകുന്നവരാണെന്ന് നമുക്ക് പറഞ്ഞാൽ ബീഹാർ ജനതയെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്, ജനാധിപത്യത്തെ അവഹേളിക്കുക. ഫ്രീ ബീസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ SIR-ൽ നിന്ന് SIR പ്രകാരം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണമായിട്ട് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചതാണ് മഹാസഖ്യം ഉന്നയിക്കുമെന്ന്. അതിനപ്പുറത്ത് മറ്റു കാര്യങ്ങളിലേക്ക് പോകുവാൻ അവർക്ക് കഴിയില്ല. പക്ഷേ ഈ വോട്ട് കട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ സന്തോഷ് ചൂണ്ടിക്കാണിച്ച പോലെ ഒവൈസിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി, അതും അവസാനം ഇതേ രീതിയിൽ തന്നെ വർക്ക് ചെയ്തു എന്ന് വേണ്ടേ കരുതാൻ? മഹാസഖ്യത്തിന്റെ വോട്ട് കട്ടറായിട്ട് മാറി. ഞാൻ അതിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു വാക്ക് മാത്രം ഫ്രീ ബീസിനെ കുറിച്ച് പറഞ്ഞോട്ടെ. ഫ്രീ ബീസ് എന്ന് പറയുന്നത് ഈ ഇലക്ഷന് തൊട്ട് മുൻപും ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു വന്നാൽ ഉടനെയും ഞങ്ങൾ വോട്ടറുടെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കും എന്ന് പറയുന്നത് അവസാനിപ്പിക്കേണ്ട കാലമായി. ഇതിന് പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടെ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് അടുത്ത ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 6 മാസം മുമ്പെങ്കിലും ഇനി യാതൊരുവിധ ഫ്രീ ബീസും പ്രഖ്യാപിക്കാൻ പാടില്ലെന്നും തിരിച്ച് അതുപോലെ തന്നെ അധികാരത്തിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇന്നത് തരുമെന്ന് പറയുന്നതും അവസാനിപ്പിക്കേണ്ടതാണ്. ഇത് ഒരു വലിയ വൈതരണി തന്നെ, നമ്മുടെ ഖജനാവ് മുടിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് അവസാനം മാറും. രാജ്യത്തെയും സംസ്ഥാനത്തെയും തുലയ്ക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറുമെന്നുള്ളതിന് സംശയമില്ല. ഇനി ഇതുകൊണ്ടാണോ BJP-യുടെ വിജയമെന്ന് ചോദിച്ചാൽ തീർച്ചയായും അതുകൊണ്ടല്ല എന്ന് ഞാൻ പറയും. കാരണം പക്ഷെ അതൊരു കാരണമായി, അല്ല അതിവിടെയല്ല. ഇപ്പം ഡൽഹിയിൽ ഇതൊക്കെ കെജ്രിവാൾ തുടങ്ങി വെച്ചു, പിന്നെ BJP അവിടെ 2 പ്രാവശ്യം അത് ഇല്ലാതെ ഫൈറ്റ് ചെയ്ത് നോക്കി, അപ്പോൾ രക്ഷയില്ല. അവസാനം ഫ്രീ ബീസ് കൊടുത്ത് അവിടെ ജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് മഹാരാഷ്ട്രയെ കൊണ്ടുവന്നു, അത് കഴിഞ്ഞിട്ട് ഹരിയാനയെ കൊണ്ടുവന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബീഹാറെ കൊണ്ടുവന്നു. ഇത് കോൺഗ്രസും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാ പാർട്ടികളും ഇത് അവസാനിപ്പിക്കണം. ഇത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇലക്ഷന് മുമ്പ് പോക്കറ്റിൽ കാശിട്ട് കൊടുക്കുന്നതും ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഉടനെ തന്നെ ഞങ്ങൾ ഇട്ട് തരാമെന്ന് പറയുന്നതും രണ്ടും ശരിയല്ല. ഇത് രണ്ടും അവസാനിപ്പിക്കണം. അതിന് സുപ്രീം കോടതിയുടെ ഒരു ക്ലിയർ ഡയറക്ഷൻ ആവശ്യമാണ്. ഇത് നമ്മുടെ ഖജനാവ് തുറക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞത് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. ഇനി അതിലല്ല ഞാൻ പ്രധാനമായിട്ട് പറയും, ഇതുകൊണ്ട് മാത്രമല്ല BJP അവിടെ വിജയിച്ചത്. അതിൻ്റെ പ്രധാന കാരണം, ഞാൻ ആനന്ദ ബസാർ പത്രിക എന്ന് പറഞ്ഞ ബംഗാളിലെ മനോരമ എന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് വലിയ ഒരു പത്രത്തിൻ്റെ ഒരു ലേഖകൻ, അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് റിട്ടയറായി, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ BJP ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു പാർട്ടിക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇലക്ഷൻ തന്ത്രം 6 മാസം മുമ്പേ അവർ ഫൈനലൈസ് ചെയ്യണം. ഗ്രൗണ്ടിൽ തന്നെ അല്ല, ഗ്രൗണ്ടിലല്ല, ഡൽഹിയിലിരുന്ന് ഫൈനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ പാറ്റ്നയിലിരുന്ന് ഫൈനലൈസ് ചെയ്യണം. അവരുടെ ആൾക്കാർ ചേർന്നുകൊണ്ട് 6 മാസം മുമ്പേ സ്ട്രാറ്റജി നിശ്ചയിക്കുകയാണ്. അതിൽ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, 243 മണ്ഡലങ്ങളിൽ ആരൊക്കെ ഏതൊക്കെ സെഗ്മെൻറ്റുകൾ ഉണ്ട്, അതായത് കിസാൻ, മഹിള, അത് ഗരീബി എല്ലാം പോയിട്ട് പിന്നെ ജാതി വിഭാഗങ്ങൾ എത്രയുണ്ട് അത് നോക്കുകയാണ്. പിന്നെ 243 മണ്ഡലങ്ങളിൽ ആരെ നിർത്തിയാലായിരിക്കും ഇവരെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയുക, ഇവർക്കൊരു പിന്നെ വോട്ടിങ്ങിനൊരു ത്വരയുണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി തയ്യാറാക്കുകയാണ്. ഈ സ്ട്രാറ്റജി 6 മാസം മുമ്പേ തയ്യാറാക്കിയിട്ട് പിന്നെയാണ് സീറ്റ് ഷെയറിംഗ് വരുന്നത്.
ഈ സീറ്റ് ഷെയറിംഗ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതിനെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനാർത്ഥി നിർണയം വരുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയം വന്നിട്ടാണ് മോദി, അമിത്ഷാ പാർട്ടികളെല്ലാം അവിടെ ഇറങ്ങി പിന്നെ 50ഓളം റാലികൾ, മഹാറാലികൾ നടത്തി പ്രചരണങ്ങൾ ആയിട്ട്. അവിടെ അതായത് മുക്കിലും മൂലയിലും വരെ ഈ വലിയ ലീഡർമാരെത്തുന്ന വിധത്തിൽ പിന്നെ യോഗി ഉൾപ്പെടെയുള്ളവർ വന്ന് വലിയ റാലികൾ നടത്തി, പ്രചരണം നടത്തി. ഇതും കഴിഞ്ഞിട്ട് 7-8 ലക്ഷം, ഇതാണ് പ്രധാനം, 7-8 ലക്ഷം RSS BJP പ്രവർത്തകർ ഈ 7.5 കോടി വോട്ടർമാരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു മാസങ്ങൾ. ഇത് ഇന്ത്യയിലെ മറ്റൊരു കക്ഷിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. സേവനമായിട്ട് ചെയ്യുകയാണ്. ബീഹാർ വിജയത്തിന്റെ ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. सभी देशप्रेमी नागरिक, भारतीय जनता पार्टी के कार्यकर्ता और यहां उत्साह और उमंग से भरे हुए आप सभी साथियों, जय छठी मैया, जय छठी मैया, जय छठी मैया। ये प्रचंड जीत, ये अटूट विश्वास बिहार के लोगों ने बिल्कुल गर्दा उड़ा दिया है। आज बिहार के घर घर में मखाने की खीर बनाना पक्का कर दिया है। और मुझे खुशी हुई कि यहां भी मखाना की खीर सबको खिलाई गई है। हम एनडीए के लोग, हम तो जनता जनार्दन के सेवक है। हम अपनी मेहनत से जनता का दिल खुश करते रहते हैं और हम तो जनता जनार्दन का दिल चुरा कर बैठे हुए हैं। और इसलिए पूरा बिहार ने आज बता दिया है, फिर एक बार एनडीए सरकार, फिर एक बार, फिर एक बार, फिर एक बार। और मैंने चुनाव में बार बार कहा था, और बिहार के चुनाव में जब मैं जंगल राज की बात करता था, कट्टा सरकार की बात करता था, तो आरजेडी के लोग कभी विरोध नहीं करते थे, लेकिन कांग्रेस वालों को बहुत चुभता था और बहुत बहुत मोदी क्या बोल रहे हैं, ऐसा क्या बोल रहे हैं। लेकिन आज मैं फिर कहना चाहता हूं, मैं कहूंगा अब वापस नहीं आएगी कट्टा सरकार, अब वापस नहीं आएगी, अब वापस नहीं आएगी, अब वापस नहीं आएगी। साथियों, बिहार के लोगों ने विकसित बिहार के लिए मतदान किया है। बिहार के लोगों ने समृद्ध बिहार के लिए मतदान किया है। मैंने चुनाव प्रचार के दौरान बिहार की जनता से रिकॉर्ड वोटिंग के लिए आग्रह किया था और बिहार के लोगों ने सारे रिकॉर्ड तोड़ दिए। मैंने बिहार के लोगों से एनडीए को प्रचंड विजय दिलाने का आग्रह किया था।
बिहार की जनता ने मेरा ये आग्रह भी माना। बिहार ने 2010 के बाद का सबसे बड़ा जनादेश एनडीए को दिया है। मैं बहुत विनम्रता से एनडीए के सभी दलों की ओर से बिहार की महान जनता का आभार व्यक्त करता हूं। मैं बिहार की महान जनता को आदरपूर्वक नमन करता हूं। मैं आज लोकनायक जयप्रकाश नारायण जी, भारत रत्न कर्पूरी ठाकुर जी को भी आदरपूर्वक नमन करता हूं। कर्पूरी ठाकुर जी के गांव से मैंने बिहार में चुनाव अभियान की शुरुआत की थी। अब आज की ये विजय हमें संकल्पित कर रही है कि बिहार के विकास को नई ऊंचाइयों पर ले जाएं। साथियों, एक पुरानी कहावत है, लोहा लोहे को काटता है। बिहार में कुछ दलों ने तुष्टीकरण वाला माय फॉर्मूला बनाया था, पर आज की इस जीत ने एक नया सकारात्मक माय फॉर्मूला दिया है, और ये है महिला और यूथ। आज बिहार देश के उन राज्यों में है जहां सबसे ज्यादा युवाओं की संख्या है, और इसमें हर धर्म हर जाति के युवा है। उनकी इच्छा, उनकी आकांक्षा और उनके सपनों ने जंगल राज वालों के पुराने सांप्रदायिक माय फॉर्मूले को पूरी तरह ध्वस्त कर दिया है। मैं आज बिहार के युवाओं का विशेष रूप से अभिनंदन करता हूं। मैं बिहार की बहनों बेटियों को नमन करता हूं। मैं बिहार के किसानों, श्रमिकों, दुकानदारों, पशुपालकों, मछली पालकों, सभी को नमन करता हूं। साथियों, मैं एनडीए की पूरी टीम को भी बहुत बहुत बधाई देता हूं। नीतीश जी ने शानदार नेतृत्व दिया। भारतीय जनता पार्टी के प्रदेश अध्यक्ष दिलीप जायसवाल जी, सम्राट चौधरी जी, विजय कुमार सिन्हा जी, उन्होंने लगातार मेहनत की। हमारे जीतन राम मांझी जी, कुशवाहा जी, चिराग जी ने बहुत बेहतरीन लीडरशिप दिखाई है। एनडीए के कार्यकर्ताओं ने भी बूथ लेवल पर तालमेल का अद्भुत प्रदर्शन किया है। मैं देश भर के भाजपा कार्यकर्ताओं का भी हृदय से अभिनंदन करता हूं। आपने बिहार के हमारे कार्यकर्ताओं के साथ मिलकर भाजपा की
एनडीए की झोली को एक शानदार विजय से भर दिया है। मैं जम्मू कश्मीर के नगरोटा के लोगों का और उड़ीसा में नुआपड़ा की जनता का भी आभार व्यक्त करता हूं। उन्होंने उपचुनावों में भाजपा की जीत पक्की की है। साथियों, आज सिर्फ एनडीए की विजय ही नहीं हुई है, ये लोकतंत्र की भी विजय है। भारत के लोकतंत्र पर भरोसा करने वालों की भी विजय है। इस चुनाव ने भारत के चुनाव आयोग पर जनता के विश्वास को और मजबूत किया है। बीते कुछ सालों से लगातार भारी मतदान होना, वंचितों, शोषितों द्वारा ज्यादा से ज्यादा मतदान करना, ये चुनाव आयोग की बहुत बड़ी सिद्धि है। साथियों, ये वही बिहार है जो पहले माओवादी आतंक वहां पर हावी था, जहां पर नक्सल प्रभावित इलाकों में 3 बजे वोटिंग खत्म हो जाती थी। ये बहुत कम लोगों को पता होगा। बाकी स्थान पर पूरा समय मतदान होता था, लेकिन उस क्षेत्र में 3 बजे के बाद मतदान कराना भी मुश्किल होता था। लेकिन इस बार के चुनाव में बिहार में बिना किसी डर के लोगों ने उत्साह और उमंग के साथ एक उत्सव की तरह वोट दिया है। बिहार में जब जंगल राज था, तब क्या क्या होता था, ये भी आप जानते हैं। सरेआम मतदान केंद्रों पर हिंसा होती थी, मतपेटियां लूटी जाती थी। आज वही बिहार रिकॉर्ड मतदान कर रहा है। शांतिपूर्ण मतदान कर रहा है। हर किसी का मत दर्ज हुआ, हर किसी ने अपनी पसंद से मत दिया है। साथियों, रीपोलिंग के आंकड़े भी इस बदलाव की गवाही देते हैं। पहले बिहार में कोई चुनाव ऐसा नहीं रहता था जहां रीपोल नहीं होता था। जैसे 2005 से पहले सैकड़ों जगह पर रीपोलिंग हुई थी। 1995 में 1,500 से ज्यादा पोलिंग बूथों पर रीपोलिंग हुई थी। साल 2000 के चुनाव में भी करीब 1,500 जगहों पर फिर से चुनाव करना पड़ा था। लेकिन जैसे ही जंगल राज गया, वैसे वैसे स्थितियां ठीक होती गई और इस बार 2 चरण के इस चुनाव में कहीं पर भी रीपोल करने की नौबत नहीं आई। इस बार शांतिपूर्ण मतदान हुआ और इसके लिए मैं चुनाव आयोग, चुनाव से जुड़े हर कर्मचारी, हमारे सुरक्षा बल, बिहार के जागरूक मतदाता, सभी का आज अभिनंदन करता हूं और देश को
आप सभी पर गर्व है, ये मैं गर्व से कहना चाहता हूं। साथियों, बिहार के चुनावों ने एक और बात सिद्ध की है। अब देश का मतदाता, खास तौर पर हमारा युवा मतदाता, मतदाता सूची के शुद्धिकरण को बहुत गंभीरता से लेता है। बिहार के युवा ने भी मतदाता सूची शुद्धिकरण को जबरदस्त तरीके से सपोर्ट किया है और मैं मानता हूं कि लोकतंत्र की पवित्रता के लिए हर मतदाता का उसकी अहमियत होती है, उसका हक होता है। अब हर दल का ये दायित्व बनता है कि वे पोलिंग बूथ पर अपनी अपनी पार्टियों को सक्रिय करें और मतदाता सूची शुद्धिकरण के काम में उत्साह के साथ जुड़े, 100% योगदान दें, ताकि बाकी जगहों पर भी मतदाता सूची का पूरी तरह शुद्धिकरण हो सके। साथियों, बिहार वो धरती है जिसने भारत को लोकतंत्र की जननी होने का गौरव दिया है। आज उसी धरती ने लोकतंत्र पर हमला करने वाली ताकतों को धूल चटाई है। बिहार ने फिर दिखाया है, झूठ हारता है, जन विश्वास जीतता है। बिहार ने डंके की चोट पर कह दिया है, जमानत पर चल रहे लोगों का जनता साथ नहीं देगी। साथियों, भारत अब सच्चे सामाजिक न्याय के लिए वोट कर रहा है, जहां हर परिवार को समानता, सम्मान और अवसर मिलते हैं और जहां अब तुष्टीकरण की कोई जगह नहीं, लेकिन तुष्टीकरण की जगह ले ली है संतुष्टीकरण ने। संतुष्टीकरण ये सबसे बड़ा मान है। भारत के लोग अब सिर्फ विकास चाहते हैं, तेज विकास चाहते हैं, विकसित भारत बनाना चाहते हैं। साथियों, नई सरकार के साथ एनडीए अब बिहार में 25 वर्षों की स्वर्णिम यात्रा की तरफ आगे बढ़ रहा है। बिहार ने ये सुनिश्चित किया है, बिहार की महान भूमि पर फिर कभी जंगल राज की वापसी नहीं होने वाली है। आज की ये जीत बिहार की उन माताओं, बहनों और बेटियों की है जिन्होंने सालों तक आरजेडी के शासन में जंगल राज का आतंक झेला है। ये जीत
बिहार के उस नौजवान की है जिसके भविष्य को कांग्रेस और लाल झंडे वालों के आतंक के कारण बर्बाद किया गया। आज वो रेड कॉरिडोर, आतंक के वो दिन इतिहास बन गए हैं। बिहार विकास के रास्ते पर आगे बढ़ रहा है और अब ये यात्रा रुकने वाली नहीं है। साथियों, आज के ये परिणाम उन विकास विरोधियों को भी बिहार का जवाब है जो कहते थे और बेशर्मी से कहते थे कि बिहार को एक्सप्रेसवे और हाईवे नहीं चाहिए, जो कहते थे बिहार को इंडस्ट्री नहीं चाहिए, जो कहते थे कि बिहार में ट्रेन एयरपोर्ट की क्या जरूरत है। आज के ये परिणाम वंशवाद की राजनीति के खिलाफ विकासवाद की राजनीति को दिया जनादेश है। साथियों, भारत के विकास में बिहार के लोगों की बहुत बड़ी भूमिका रही है, लेकिन जिन लोगों ने दशकों तक देश पर शासन किया, उन लोगों ने हमेशा बिहार की एक झूठी छवि बनाई। इन लोगों ने बिहार को बदनाम किया। इन लोगों ने न बिहार के गौरवशाली अतीत का सम्मान किया, न बिहार की परंपरा और संस्कृति का आदर किया, और न यहां के लोगों की इज्जत की। आप खुद सोचिए, जो लोग छठ पूजा को ड्रामा कह सकते हैं, वो बिहार की परंपरा का कितना सम्मान करते होंगे। और इनकी हेकड़ी देखिए। साथियों, छठी मैया से कांग्रेस आरजेडी ने आज तक माफी नहीं मांगी, और बिहार के लोग ये कभी नहीं भूलेंगे। साथियों, बिहार की आन बान शान, ये हमारी प्राथमिकता है। हमारी सरकार छठ को यूनेस्को की हेरिटेज लिस्ट में शामिल करने का प्रयास कर रही है। लक्ष्य ये है कि पूरा देश, पूरी दुनिया इसके महत्व से, इस संस्कृति से जुड़ सके। आपने भी इस बार देखा है कि जब इस बार छठ पूजा के दौरान रेलवे स्टेशनों पर छठी मैया के गीत गूंजे, तो हर कोई इस पावन पर्व में सम्मिलित होता दिखा। साथियों, पिछले वर्ष देश के लोगों ने लगातार तीसरी बार एनडीए को अपना जनादेश दिया था। 60 वर्षों बाद ऐसा अवसर आया जब किसी को लगातार तीसरी बार सत्ता में आने का अवसर मिला। ये देश के विश्वास का, देशवासियों के आशीर्वाद का परिणाम था।
और लोकसभा चुनाव के बाद BJP ആസ്ഥാനത്ത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അണികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ജനാധിപത്യത്തിന്റെ വിജയമാണ് ബീഹാറിൽ കണ്ടതെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. അതേസമയം ജംഗിൾ രാജ് ഇനി ബീഹാറിൽ തിരിച്ചു വരില്ല എന്നുള്ള കാര്യം മോദി ആവർത്തിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും ജംഗിൾ രാജ് എന്നാണ് RJDയുടെ ഭരണത്തെ വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെ ഒരു ഭരണത്തിന് ഇനി ബീഹാറിൽ ഇടമില്ല. ഇന്ത്യ സഖ്യം ബീഹാറിൽ ഭരണത്തിൽ എത്തില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ്. ഇപ്പോൾ ശ്രീ ടിക്കാറാം മീണ, മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, അദ്ദേഹം കൂടി തത്സമയം ചേരുന്നു. ഒപ്പം ശ്രീ സലീം മടവുകൊണ്ട് RJD നേതാവ് കൂടി. ശ്രീ ടിക്കാറാം മീണ, ഈ ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ SIRനെ കുറിച്ച് ഇവിടെ സംസാരിച്ചിരുന്നു. അത് P. സന്തോഷ് കുമാർ MP. അദ്ദേഹം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണമായിട്ട് പ്രധാനമായും ഉയർത്തിക്കാണിച്ചത് SIR ആണ്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരം. അതിലൂടെ 65 ലക്ഷം വോട്ടർമാരെ വെട്ടിമാറ്റി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. അത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി മഹാസഖ്യത്തിൻ്റെ എന്നും വിവരിച്ചിരുന്നു. താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെ ഒരു പ്രശ്നം, ഈ SIR വന്നത്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വന്നത് ബീഹാറിൽ മഹാസഖ്യത്തിലെ തോൽവിയിലേക്കും NDAയുടെ ഈ വൻ മുന്നേറ്റത്തിനും കാരണമായി എന്ന്? മഞ്ജൂഷ്, കേൾക്കാം. ഈ SIR എന്ന പ്രക്രിയ ഇത് പുതിയ ഒരു സംഗതി ഇല്ല. ഇലക്ഷൻ കമ്മീഷൻ പലപ്പോഴും ഇത് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം എപ്പോഴും ഒരു വലിയ വിഷയമാണ്. അപ്പോ ഇതിലെ ഒരുപാട് പേരെ, മരിച്ചുപോയ ആൾക്കാരുടെ പേരെ കാണും. ചിലപ്പോൾ ഈ സ്ഥലം മാറി മറ്റേ സ്ഥലങ്ങളിലേക്ക് പോയ ആൾക്കാരുടെ പേരെ കാണും. പിന്നെ കുറച്ചുകൂടി ഈ പല ഈ അഡ്രസ് അവരുടെ ചിലപ്പോൾ തെറ്റായിരിക്കും. കൂടാതെ പല രീതിയിലെ ഇതിലെ ആൾക്കാരെ ഉണ്ടാവും. അപ്പോ ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടി, ഇത്തരം ആൾക്കാരെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി, പിന്നെ പുതിയ ആൾക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടി ആണ് ഈ പ്രക്രിയ നമ്മള് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോ ഈ പ്രക്രിയ ചെയ്യുമ്പോൾ ഇതൊരു രഹസ്യമായിട്ട് ഇല്ല, ഇതൊരു സുതാര്യമായിട്ടുള്ള പ്രക്രിയയാണ്. അപ്പോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപാട് അവസരം ഈ പ്രക്രിയയിലെ പങ്കാളിയാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നൽകാറുണ്ട്. അവരെ ഈ അവസരം സമയത്ത് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. കാരണം ഒരു പ്രാവശ്യം വോട്ടർ പട്ടികയുടെ ഈ കരട് രേഖ തയ്യാറാക്കുമ്പോൾ ഈ വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമ്മൾ നൽകാറുണ്ട്. അപ്പോ ആ സമയത്ത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ആളെ തെറ്റായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യേണ്ടതാണ്. അല്ല, അങ്ങനെ ചെയ്തിട്ടും അത് ഇലക്ഷൻ കമ്മീഷൻ അത് മുഖവിലേക്ക് എടുത്തില്ല എന്നാണ് പരാതിയായി വന്നിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും പറഞ്ഞതാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കേട്ടില്ല എന്നുള്ളതാണ്. കോടതിയിലും ഇവർ പോയതാണല്ലോ ഇതേ വിഷയത്തിൽ. ഇലക്ഷൻ കമ്മീഷൻ ഈ അപ്രോച്ച് എനിക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം ഇലക്ഷൻ കമ്മീഷന്റെ അപ്രോച്ച്, ഇവിടെ കാഴ്ചപ്പാട്, ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന സമയത്ത് അത് അഫിഡേവിറ്റ് ഫയൽ ചെയ്യണം, വേറെ ഡോക്യുമെന്റ്സ് ഹാജരാക്കണം എന്നുള്ള അപ്രോച്ച് ശരിയല്ല. കാരണം അത് സ്വമേധായോ സ്വമോട്ടോ ഇലക്ഷൻ കമ്മീഷൻ ഷുഡ് ടേക്ക് ദ ആക്ഷൻ. എന്തെങ്കിലും ഒരു തെറ്റ് ഉണ്ടെങ്കിൽ അത് ഇത് കുറ്റപ്പെട്ടതാക്കാനുള്ള ചുമതല ഇലക്ഷൻ കമ്മീഷന് ആണ് ഉള്ളത്. അപ്പോ ഇലക്ഷൻ കമ്മീഷന്റെ അപ്രോച്ച് വളരെ ഒരു ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു അപ്രോച്ചാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ഈ പ്രക്രിയയിലെ പങ്കാളിയാക്കാൻ അവരെ വിശ്വാസത്തിലെടുത്തി അവരോട് ചർച്ച ചെയ്തിട്ട്, അവരെ വിളിച്ചു വരുത്തി ഇലക്ഷൻ കമ്മീഷനിലെ ചർച്ച ചെയ്തിട്ട് അവിടെ ഈ രാഹുൽ ഗാന്ധി നൽകുന്ന ലിസ്റ്റ് നന്നായിട്ട് പരിശോധിച്ചുകൊണ്ട് എന്തെങ്കിലും അവർ ചൂണ്ടി
ശരി, ശ്രീ എസ് ജയസൂര്യൻ, ശ്രീ ടിക്കാറാം മീണ പറയുന്ന രണ്ട് കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ഇത് SIR നല്ലതാണ്, അങ്ങനെ ശുദ്ധീകരണം വേണം. പക്ഷെ അതേ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അത് സ്വയമേവ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ള കാര്യമാണ്. ശ്രീ എസ് ജയസൂര്യൻ, ഇത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജയസൂര്യൻ, ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വളരെ നിശ്ചിതമായിട്ടുള്ള നിയമങ്ങളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും 6 തവണ അതിൽ ഇടപെടാനുള്ള അവസരമുണ്ട്. ഇത് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും തെറ്റ് തന്നെയാണ് എന്ന് തെളിവ് സഹിതം ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുകൂടാതെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന് നിയമത്തിന് അപ്പുറത്തേക്ക് പോയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനം വിളിച്ചു കൂട്ടി അവർ പറയുന്നതൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് നടപടിക്രമങ്ങളെ ലാഗ് ചെയ്ത് ഈ ഇലക്ഷൻ പ്രക്രിയയെ തടസ്സപ്പെടുത്താനുള്ള അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ ആ ചതിക്കുഴിയിൽ വീഴേണ്ട ആവശ്യമൊന്നും ഇലക്ഷൻ കമ്മീഷന് ഇല്ല. കാരണം നിയമങ്ങളുണ്ട്, കൃത്യമായ നിയമങ്ങളുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെ ഒന്നും ഉപയോഗപ്പെടുത്താതെ എന്തുകൊണ്ടാണ് ആ രീതി? ഇനി അതുമല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഈ നടപടിക്കെതിരെ അവർക്ക് കോടതിയിൽ വേണമെങ്കിലും പോകാം. അതും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സാങ്കേതികമായിട്ട് നേരിടാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായപ്പോൾ അതിനെ ഒന്നും നേരിടാതെ കേവലം ആരോപണങ്ങളിൽ മാത്രം നിൽക്കുക എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. അപ്പോൾ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപ് വന്ന് നിൽക്കുന്ന സമയത്തും തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത സമയത്തും ഒക്കെ തന്നെ SIR ചെയ്യാറുണ്ട്. ഇപ്പൊ കേരളത്തിൽ SIR നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യമാസകലം SIR ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ട് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെ പാലിക്കുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷ കക്ഷികൾ ശ്രീ സലീം മടവൂർ RJD എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി പോയല്ലോ ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇത്രയും തകർന്നടിയുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 75 സീറ്റുകളോടെ ഭരണത്തിൽ വന്നില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയാകാനെങ്കിലും RJDക്ക് കഴിഞ്ഞിരുന്നു. ഇത്തവണ ഭരണത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് നിന്നാണ് 24 സീറ്റ് എന്ന കേവലം ഇത്രയും നിസ്സാരമായ ഒരു സംഖ്യയിലേക്ക് RJD വന്നിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ തോൽവി ഇനി ഏറ്റുവാങ്ങാനില്ലല്ലോ ശ്രീ സലീം മടവൂർ. അല്ല, അങ്ങനെ പറയാത്ത. കാരണം 2005 നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വന്ന് 2010 തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു RJDക്ക്, എനിക്ക് കൃത്യമായി കണക്ക് നോക്കാൻ സമയം കിട്ടിയില്ല, 2010 10-40 സീറ്റുകളിൽ മാത്രമാണ് ജയിച്ചത്. അതിൽ തന്നെ 18ഓളം MLA കൂറുമാറി JDUവിലേക്ക് മാറി. അങ്ങനെ വളരെ ദുർബലമായ ഒരു അവസ്ഥയിലെത്തി RJD. പക്ഷെ പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ അടുത്ത 2016 തെരഞ്ഞെടുപ്പിൽ RJD കുറെ ശക്തമായിട്ട് നിതീഷ് കുമാറുമായിട്ട് സഖ്യമായിട്ട് തിരിച്ചു വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്. ഇത്തവണ നേരത്തെ പറഞ്ഞ SIRന്റെ നമ്മള് ഡൽഹിയിലൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ പല റിപ്പോർട്ടും ഞാൻ വായിച്ചു. ഡൽഹിയിലെ തെരുവോരങ്ങളിൽ കിടക്കുന്ന ബീഹാരികൾ, അവർക്ക് ആകെ ഉണ്ടായിരുന്ന ബീഹാറുമായിട്ടുണ്ടായിരുന്ന പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്നത് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ആയിരുന്നു. കാരണം അവർക്ക് വീടില്ല, അവർക്ക് മറ്റൊന്നും ഈ ഭൂമിയിലില്ല. ആകെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് മാത്രം ഉണ്ടായിരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ വെട്ടിമാറ്റി. അവരൊന്നും ഇന്ത്യയിലെ ഒരു പൗരനാണെന്നുള്ളതിന് ഒരു തെളിവില്ലാത്തൊരവസ്ഥയാണ്. കുറെ ആളുകൾ ഡൽഹിയിലെ തെരുവോരങ്ങളിലും പാതയോരങ്ങളിലും ഒക്കെ രാത്രി കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള ഏകദേശം 70 ലക്ഷത്തോളം ആളുകളെ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു. അതൊക്കെ പറയുമ്പോഴും ബീഹാറിലെ അഡ്മിനിസ്ട്രേഷൻ നിതീഷ് കുമാറിന്റെ ഭരണ മികവ്, ചില വ്യക്തിപരമായ മികവുകളെ ഞാൻ കുറച്ചും കാണുന്നില്ല. അതും ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഘടകമാണ്. ഇതിനൊക്കെ അപ്പുറം അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിതീഷ് കുമാറിന്റെ കാരണം ഒന്ന് മദ്യ നിരോധനം, അതേപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം, ഇതിലൊക്കെ കുറെ വോട്ട് അദ്ദേഹത്തിന് കിട്ടാതിരിക്കില്ല. കാരണം അദ്ദേഹം ഇതിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന ആളും, ഒരു കാര്യം പറഞ്ഞാൽ അതിലൊക്കെ തന്നെ എല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തുമായിട്ടുള്ള വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് പലപ്പോഴും ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ഒരു വെബ്സൈറ്റ് പോലും അദ്ദേഹം ശ്രദ്ധിക്കും. അങ്ങനെ ഒരു തിരക്കുള്ള മുഖ്യമന്ത്രി, പാർട്ടിയുടെ എല്ലാ തരത്തിലും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് സ്വജനപക്ഷപാതം എല്ലാം അങ്ങനെ കുറെ ഗുഡ് ക്വാളിറ്റീസ് അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ ആണെങ്കിൽ RJD ഇത്രയും സീറ്റ് കുറഞ്ഞ് മഹാഗാഠബന്ധൻ പുറകോട്ട് വന്നത് ഈ SIRന്റെ ഈ തിരുത്തലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ വരേണ്ടതില്ല. അതോടൊപ്പം തന്നെ ഈ പുതിയ ധ്രുവീകരണങ്ങളൊക്കെ തന്നെ അതിന് കാരണമായിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ പഠിക്കണം. എങ്ങനെയാണ് ഇത്രയും പരാജയം വന്നത്? ജനങ്ങൾക്ക് ഇപ്പോഴും പാർട്ടിയിലെ ഒരു വിശ്വാസം ബീഹാറിലെ ജനങ്ങൾക്ക്
എന്തുകൊണ്ട് ഇല്ലാതായിപ്പോയി? കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ജംഗിൾ രാജ് വരും എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ജനങ്ങൾ അതൊരു തെറ്റിദ്ധാരണയിൽ എടുത്തോ? അല്ല, അത് ശരിയായ ധാരണയിലും എടുക്കാമല്ലോ. മുൻപ് ആ ഒരു പ്രതീതി ഉണ്ടായിരുന്നു ബീഹാറിൽ. അതുകൊണ്ടാണ് ഇന്നും പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഇനി ജംഗിൾ രാജിന് ഇടമില്ല എന്ന്. അപ്പോൾ പ്രധാനമന്ത്രി വിശ്വസിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ആ പ്രചരണം ജനങ്ങൾ വിശ്വസിക്കാൻ കാരണമായ ചില സ്ഥാനാർത്ഥിത്വങ്ങൾ പഴയ ആളുകൾ, അത്തരം നേരത്തെ ജനങ്ങൾക്ക് ഇതിലൊക്കെ ഭീതി ഉണ്ടാക്കിയിരുന്ന ആളുകളുടെ ഭാര്യമാര്, ഷഹാബുദ്ദീന്റെ ഭാര്യ, അങ്ങനെ ചിലരൊക്കെ തന്നെ അവരെ ബന്ധുക്കളൊക്കെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നത്, തസ്ലീമുദ്ദീന്റെ ബന്ധു, ഇവരൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നത് ഈ പ്രചരണത്തിന് ആക്കം കൂട്ടിയുണ്ട്. യാഥാർത്ഥ്യം പറയണല്ലോ. കോൺഗ്രസുമായുള്ള ബന്ധം സിങ്ക് ആയിരുന്നു അത്. അല്ല, കോൺഗ്രസുമായിട്ടുള്ള ബന്ധം കൊണ്ട് തകർന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം RJD ഒറ്റക്കാണ്. കോൺഗ്രസിന്റെ സ്ഥിതി ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ, അതിന് മുന്നത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഹർസ എന്ന് പറയുന്ന സ്ഥലമുണ്ട് മധേപുരയിൽ, ഞാൻ അവിടെ ആയിരുന്നു. ശ്രീ ശരത് യാദവ് മത്സരിച്ച അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലായിരുന്നു ഏതാണ്ട് ഒരാഴ്ചയോളം. അപ്പൊ ഈ ശരത് യാദവിന്റെ ഈ തെരഞ്ഞെടുപ്പ് ആഫീസ് വലിയ പന്തൽ കെട്ടിയ ആഫീസാണ്. അപ്പൊ ഇതിനേക്കാൾ നല്ലൊരു കെട്ടിടം പുറകെ കാണുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് അവിടുത്തെ DCC ഓഫീസാണ്, സഹർസയിലെ DCC ഓഫീസാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഞാൻ പാർത്ത് നോക്കുമ്പോൾ വലിയൊരു കെട്ടിടത്തില് ഞാൻ വെറുതെ അതിശയോക്തി കലർത്തിയൊന്നും പറയല്ല, ഒരു വർഷത്തിനുള്ളിലൊന്നും അത് ആഫീസ് തുറന്നിട്ടില്ല. അത്രമാത്രം മാറാല കെട്ടി പൗടി പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പൊ കോൺഗ്രസ് അടിത്തട്ടി തകർന്നുപോയി. കോൺഗ്രസ് തകർന്നു. അല്ല, അത് മാത്രമല്ല, അവിടെ PCC പ്രസിഡന്റും പിന്നെ DCC പ്രസിഡന്റുമാരുമൊക്കെ ഡൽഹിയിൽ സ്ഥിരതാമസമാണ്. അതായത് ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല കോൺഗ്രസ് പാർട്ടി. ശ്രീ N. ശ്രീകുമാർ, ഇതാണ് കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടത്. വെറുതെ SIR-നെ കൂട്ടുപിടിച്ചത് കൊണ്ടോ ഈ 10,000 രൂപ നൽകിയത് കൊണ്ടോ ഇക്കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് തടിതപ്പാമെന്ന് വിചാരിക്കേണ്ട. അത് ശശി തരൂർ ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പാഠം ഉൾക്കൊള്ളണം. അവിടെ പ്രചാരണത്തിന് പോയവരാണ് അതിന് മറുപടി പറയേണ്ടതെന്ന്. തരൂർ പിന്നെ കോൺഗ്രസിനെതിരെ തുടർച്ചയായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് അത് മുഖവിലേക്ക് എടുക്കേണ്ട നിങ്ങൾ. പക്ഷേ ഈ കോൺഗ്രസിന്റെ PCC പ്രസിഡന്റോ DCC പ്രസിഡന്റുമാരോ ഒന്നും ബീഹാറിൽ ഗ്രാസ് റൂട്ടിലില്ല. അവരൊക്കെ ഡൽഹിയിലാണ്. ഇതൊക്കെയാണ് കാരണം. എന്നിട്ട് RJDയിൽ നിന്ന് കുറച്ച് സീറ്റുകൾ പിടിച്ചു വാങ്ങി മത്സരിച്ചിട്ട് ഒരു കാര്യവുമില്ല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ. നോക്കൂ മഞ്ജുഷേ, തൽക്കാലം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുക. ഞാൻ പറഞ്ഞില്ല, അതിനുശേഷം അത് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അതിനുശേഷമുള്ള വിശകലനങ്ങളും അതുപോലെ തന്നെ പാർട്ടിയുടെ നിഗമനങ്ങളും വരും. അതുവരെ കാത്തിരിക്കുക. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് എന്തൊക്കെ കൊണ്ടാണ് ഇത് പരാജയപ്പെട്ടതെന്ന് വെറുതെ എന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോ പ്രാഥമികമായിട്ട് ചില വിവരങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. പ്രാഥമികമായ വിവരങ്ങൾ പറയുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു, കോൺഗ്രസ് നേതാക്കൾ എവിടെയായിരുന്നു, RJDയുമായിട്ട് സീറ്റ് പിടിച്ചു വാങ്ങിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്നൊക്കെ ജയിക്കുന്നതല്ലേ ധാരണ. അങ്ങനെ ജയിക്കുന്ന ധാരണ വരുന്ന ഏത് രാഷ്ട്രീയ കക്ഷിയാണ് അങ്ങനെ ചെയ്യാത്തത്? ഇപ്പൊ ഇവിടെ BJP വിജയം ആഘോഷിക്കുന്നുണ്ടല്ലോ. നിതീഷ് കുമാർ ഇല്ലെങ്കിൽ അവിടെ BJPയുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെ RJD ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? അവിടെ പ്രാദേശികമായിട്ടുള്ള RJD ആണെങ്കിലും JDU ആണെങ്കിലും അവര് വലിയ ദേശീയ കക്ഷികളാണെങ്കിലും പ്രാദേശികമായിട്ടുള്ള അവരുടെ പിൻബലമുണ്ട്. ആ പിൻബലത്തിലാണ് ദേശീയ കക്ഷികളായ കോൺഗ്രസും BJPയും അവിടെ സീറ്റ് ധാരണയിൽ എത്തിയത്. അതിൽ BJPയുടെ JDUക്ക് ഉണ്ടായ നേട്ടം BJP അനുഭവിച്ചു. ഇതിനു മുമ്പ് JDUവിനുണ്ടായ നേട്ടം കോൺഗ്രസ് അനുഭവിച്ചിട്ടുണ്ട് മഹാസഖ്യം കാലത്ത്. ഇന്നിപ്പോ BJP അനുഭവിച്ചു. അതുകൊണ്ട് കോൺഗ്രസ് അങ്ങ് തകർന്നു, RJD അങ്ങ് തകർന്നു എന്നൊക്കെ പറയാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം അനുസരിച്ചുള്ള വോട്ടിംഗ് ഫലമാണ്. അതിന്റെ കൂട്ടത്തിലാണ് തീവ്ര വോട്ടിംഗിന്റെ കാര്യം വരുന്നത്. 65 ലക്ഷം വോട്ടർമാർ പുറത്തുപോയി വന്നു എന്നുള്ളതും, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ RJD നേതാവ് തേജസ്വി യാദവ് ഉന്നയിച്ച CCTV ചിലയിടത്ത് ഇല്ല എന്നുള്ള കാരണവും, ഇന്ന് തന്നെ CPIML-ന്റെ ജനറൽ സെക്രട്ടറി നമ്മുടെ ഭട്ടാചാര്യ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ 3 ലക്ഷത്തിലധികം വോട്ടുകൾ കൂടുതൽ പോളിംഗിൽ വന്നിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഈ കനത്ത പരാജയം എങ്ങനെ അമ്പരപ്പിക്കുന്നതാണ്. ഞാനതാ പറഞ്ഞേ, ഇത് ഞാൻ പറഞ്ഞ മാത്രമല്ല, ഈ മഹാസഖ്യത്തോടെ താല്പര്യമുള്ള എല്ലാവരും നിരീക്ഷിക്കുന്ന കാര്യമാണ്. ശരിയാണ്. ശ്രീ MS വേണുഗോപാൽ, മഹാരാഷ്ട്രയിലും ഇത് സംഭവിച്ചിരുന്നു. തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇത് സംഭവിക്കുമ്പോഴാണ്. കാരണം അതിശയിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്. 204 സീറ്റുകൾ 243 എന്നൊക്കെ പറയുമ്പോൾ 80%-ലധികം സീറ്റുകൾ ഒരു പക്ഷത്തേക്ക് പോവുകയാണ്. അതാണ് ഇത് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് വരുന്നത്. അല്ല, അതിനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് വളരെ മൈക്രോ ലെവലിൽ പോയിട്ട് ഓരോ വോട്ടർക്കും എന്ത് വേണം എന്ന് അവരിൽ ഇൻസ്പയർ ചെയ്യുന്ന വിധത്തിൽ പ്രവർത്തനം എത്തുകയാണ്.
അതായത് ഡൽഹിയിൽ നിന്നും പാറ്റ്നയിൽ നിന്നും തയ്യാറാക്കുന്ന തന്ത്രം നരേന്ദ്രമോദി, അമിത്ഷായും യോഗിയും ഉൾപ്പെടെയുള്ളവർ ആ വലിയ മഹാറാലികളിൽ പറയുന്നതിന് പുറമേ 7-8 ലക്ഷം ആ കാര്യകർത്താസ് അവിടെ കിടന്ന് ഓരോ വീട്ടിലും ചെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് വളരെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. നമ്മളെങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് എന്താ? എനിക്കൊരു താല്പര്യം വേണം, എൻ്റെ ഗുണത്തിനാണ്, എൻ്റെ വീടിൻ്റെ ഗുണത്തിനാണ്, എൻ്റെ നാടിൻ്റെ ഗുണത്തിനാണ് ഇതെന്ന് തോന്നണം. അല്ലെങ്കിൽ എൻ്റെ ഗുണത്തിനാണെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ഗുണത്തിനാണെന്ന് തോന്നുമ്പോൾ കുറേ കൂടെ ആവേശം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് RJDക്കും BJPക്കും ചില തന്ത്രങ്ങൾ അവിടെ, JDUവിനും BJPക്കും കുറേ തന്ത്രങ്ങൾ അവിടെ ഇറക്കാൻ കഴിഞ്ഞു. ആ തന്ത്രങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ അവരുടെ ഇത്രയും വലിയ ഒരു സംഘം എത്തിയത് കൊണ്ട് കഴിഞ്ഞു. ഇത്രയും വലിയൊരു സംഘത്തിനെ വേറൊരു പാർട്ടിക്കും അവിടെ കൊണ്ടിറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഗ്രാസ്റൂട്ടിൽ ആളുണ്ട്, പക്ഷേ ഇത്രയും അധികം പ്രവർത്തിക്കാൻ ആളില്ല. JDUവിന് സമാനമല്ല, അതാണ് വേറൊരു വ്യത്യാസം. JDUവിൻ്റെയും BJPയുടെയും കാര്യകർത്താക്കൾക്ക് സമാനമായിട്ട് പ്രവർത്തിക്കുന്നവരല്ല, കാശിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അധികവും. ഇത് ചുമ്മാതെ പ്രവർത്തിക്കുകയാണെന്നേ. അതാണ് ഞാൻ ആ ലേഖൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അവർ കുറച്ച് പേര് ചുമ്മാ ഒഴിഞ്ഞങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. എൻ്റെ ഒരു മാസത്തെ സമയം പോട്ടെ, വെറും ചപ്പാത്തിയും നിന്ന് സബ്ജിയും കഴിച്ച് അങ്ങ് വീട് തോറും കയറി ഇറങ്ങി പ്രചരണത്തിന് ഇറങ്ങുന്ന ഒരു ടീം അവിടെ ഉണ്ട്. അത് BJPയുടെ ഒരു വലിയ ഗുണമാണ്. അത് താഴെത്തട്ടിൽ നമ്മൾ ഹരിയാനയെ കണ്ടതല്ലേ, ഹരിയാനയിൽ ഇത് തന്നെയായിരുന്നു, ഡൽഹിയിൽ നമ്മൾ ടിക്കാറാം മീണയിലേക്ക് ഒരു തവണ കൂടി. ശ്രീ ടിക്കാറാം മീണ, ഈ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന, വിശ്വസിക്കാൻ പറ്റാത്ത വിജയം അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഫലം എന്ന വിലയിരുത്തൽ വരുന്നത്, താങ്കൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? 243-ൽ 204 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷത്തിന് അനുകൂലമായി ഇത്രയും സീറ്റുകൾ ക്രോഡീകരിക്കുന്നത്, അതിലെന്തെങ്കിലും സംഭവിക്കാത്ത കാര്യങ്ങൾ അങ്ങനെ താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു ജനാധിപത്യ പ്രക്രിയയിലെ പങ്കെടുത്ത ആൾക്കാരെ വോട്ട് ചെയ്തുകൊണ്ട് അവരെ BJPക്കും JDUക്കും NDAക്കും ഭൂരിപക്ഷം നൽകിയതാണ്. അപ്പൊ നമുക്ക് ഗ്രേസ്ഫുള്ളി വി ഷുഡ് അക്സെപ്റ്റ് ദിസ് മാൻഡേറ്റ്. ബാക്കി ഈ ആരോപണങ്ങളും EVM-നെ പറ്റി, പ്രക്രിയയെ പറ്റി, ഇലക്ഷൻ കമ്മീഷനെ പറ്റി, അത് ഇലക്ഷൻ കമ്മീഷൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. കാരണം ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വസനീയത, ഒരു പെർസെപ്ഷൻ നാട്ടിലെ, ഇന്ത്യയിലെ വളരെ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു പാർട്ടിയുടെ ടൂളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രതിഭാസം, ഒരു പെർസെപ്ഷൻ നാട്ടിലെ ഉണ്ട്. അത് ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷന് ആണ്. എന്നാലും കോൺഗ്രസിന്റെ സ്ഥിതിഗതികൾ നോക്കിയാൽ കോൺഗ്രസ് മൊത്തം ഇന്ത്യയിലെ ഒരു ഡിക്ലൈനിങ് ട്രെൻഡിലാണ്. ഇപ്പൊ ഞാൻ തന്നെ ഒരു കോൺഗ്രസ് വർക്കറാണ്, ഒരു കോൺഗ്രസിയാണ്. എന്നാലും കോൺഗ്രസിന്റെ ആൾക്കാരുടെ സ്ഥിതി നോക്കുമ്പോൾ അത് വളരെ ദയനീയമാണ്. കാരണം ഇവരുടെ ഫോളോവേഴ്സ് ഇല്ല. ഇപ്പോൾ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. നാട്ടിലെ പോയുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ, ഞാനിപ്പോ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്, പണ്ട് കോൺഗ്രസിന്റെ ആൾക്കാരെ ഗ്രാമങ്ങളിലെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. ഇപ്പോ ഗ്രാമങ്ങളിലെ BJP കയറിയിറങ്ങി. ഇവരുടെ ഈ മൈക്രോ മാനേജ്മെന്റ് വളരെ ശക്തമാണ്. അപ്പോ ഈ BJPയുമായി ഏറ്റുമുട്ടൽ ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസിന്റെ ഈ ആൾക്കാരെ ഗ്രാമങ്ങളിലേക്ക് കാണുന്നില്ല, വളരെ കുറവാണ്. ഓരോരോ വീട്ടിലെ പോയാൽ ഒരു പഞ്ചായത്തിന്റെ മെമ്പറും പ്രസിഡന്റും അവരും വലിയ നേതാക്കന്മാരാക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാവരും ടിക്കറ്റിന് വേണ്ടി ശ്രമിക്കും. അപ്പൊ വോട്ടേഴ്സ് ഇല്ല. കോൺഗ്രസിന്റെ ഈ വോട്ട് ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കോൺഗ്രസിന് തന്നെ ഒരു ആത്മപരിശോധനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവരുടെ സ്ട്രാറ്റജി, കാരണം പഴയ കാലത്ത് ഉള്ള കോൺഗ്രസ് ആൾക്കാരെ ഇപ്പൊ പോയി, ഇപ്പൊ പുതിയ തലമുറ ആണ്. അപ്പൊ പുതിയ തലമുറയെ ആകർഷിക്കാൻ വേണ്ടി, അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, പിന്നെ അവരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി കോൺഗ്രസിന് മൊത്തം ഒരു ഓവർഹോളിംഗ് വേണം. SIR പറഞ്ഞുകൊണ്ട്, SIR ആണ് തോൽപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അതിലൊരു ന്യായീകരണം കണ്ടെത്തിയത് കൊണ്ട് കാര്യമില്ല അല്ലേ? SIR-ലെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ
ഈ BLO എല്ലാ സ്ഥലങ്ങളിലും പോയി ആൾക്കാരെ കാണുന്നുണ്ട്, അവർ ഈ ഫോംസ് പൂരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇന്ന് എന്റെ ഗ്രാമത്തിൽ ഒരുപാട് ഫോംസ് ഇവിടെ പൂരിപ്പിച്ച് BLOക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു തെറ്റില്ല. കാരണം നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ഭരണഘടനാപരമായിട്ടുള്ള ചുമതല ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ഇതിൽ തെറ്റ് കാണുന്നില്ല എനിക്ക്. കാരണം ഇത് ജനങ്ങൾക്ക് ഒരു നല്ല അവസരമാണ്. രാഷ്ട്രീയ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടീസിന് തന്നെ ഒരു നല്ല അവസരമാണ്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിലെ ആൾക്കാരെ ഉൾപ്പെടുത്തണം. ഒരു ആളും നോ വോട്ടർ ഷുഡ് ബി ലെഫ്റ്റ് ഔട്ട് ഓഫ് ദി വോട്ടർ ലിസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ഇലക്ഷൻ കമ്മീഷനോട് ശേഖരിച്ചുകൊണ്ട് ഈ വോട്ടർ പട്ടിക കൊട്ടുമിട്ടതാക്കാനുള്ള ഒരു ചുമതല നമുക്ക് എല്ലാവർക്കാണ്. ഇതിൽ തെറ്റ് എനിക്ക് കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ഗ്രാമമായ രാജസ്ഥാനിലെ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്നാണ് സംസാരിച്ചത്. നന്ദി ശ്രീ ടിക്കാറാം മീണ, നന്ദി ശ്രീ MS വേണുഗോപാൽ, ശ്രീ S ജയസൂര്യൻ, ശ്രീ സലീം മടവൂർ, ശ്രീ N ശ്രീകുമാർ ഫൈൻ ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഫൈൻ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.